ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ വിഷിത. ഡേ 7 അങ്ങനെ വെളുപ്പിന് തന്നെ കുളിച്ചൊരുങ്ങി ഞാൻ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്ന് ക്യൂ നിൽക്കുകയാണ്. ഞാനാണെങ്കിൽ എല്ലാ രീതിയിലും കവേർഡായി വന്നപ്പം മറ്റുള്ളവർ അവിടെ ഒന്ന് ചെരുപ്പ് പോലും ഇടാതിരിക്കുന്നുണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി. കാരണം മേ ബി അവർ തണുപ്പിനോട് അത്രയ്ക്കും സാത്മ്യമായവരായിരിക്കും. അങ്ങനെ നല്ല രീതിയിൽ തൊഴുത് വെളിയിറങ്ങുമ്പോൾ ബാക്കിൽ നമുക്കിത് ഈ കല്ല് കാണാൻ പറ്റും. ഇതിനെ ഭീംശില എന്നാണ് പറയുന്നത്. അത് 2013 അവിടെ ഭയങ്കരമായിട്ടൊരു ഫ്ലഡ് ഉണ്ടായി. ആ സമയത്ത് മുകളിൽ നിന്ന് ബാക്കിൽ വന്ന് വീണതാണ്. ഈ ഒരു കല്ല് കാരണം വെള്ളം രണ്ടായിട്ട് ഡൈവേർട്ടായിട്ട് അധികം നാശനഷ്ടമോ എന്തോ അധികം ബുദ്ധിമുട്ട് ഈ അമ്പലത്തിനുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അന്നോട്ട് ഇതിനെ എല്ലാവരും അവിടെ ആരാധിക്കുന്നുണ്ട്. ആദ്യം തന്നെ അമ്പലത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പഞ്ചപാണ്ഡവന്മാരുടെ വിഗ്രഹവും അതുപോലെ തന്നെ സരസ്വതി ദേവീൻ്റെയാണ് ചെറുത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കാണ് ഒരു കോണിക്കൽ ഷേപ്പിലുള്ള ഒരു ലിംഗം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുകളിലൊരു ചെറിയൊരു കുടം പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു 200 രൂപയുടെ പാക്കറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. വേണമെന്നുള്ളവർ വാങ്ങിയാൽ മതി. അതിനകത്ത് കൂവളത്തില, രുദ്രാക്ഷം, അതുപോലെ തന്നെ ഗംഗാജലം ഒക്കെ ഉണ്ടാവും. നമുക്ക് കയറുമ്പോഴത്തേക്ക് ആ ഗംഗാജലം അവിടെ ഒഴിക്കാനും പറ്റും. കഴിവതും നമുക്ക് ആവശ്യമെന്നുള്ള സാധനങ്ങൾ താഴെ നിന്ന് തന്നെ വാങ്ങിയിട്ട് പോകാൻ ശ്രമിക്കുക. എന്താണേലും നമുക്ക് വെള്ളത്തിൻ്റെ ബോട്ടിൽ കുറേ ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ സ്വെറ്റർ, അതുപോലെ തന്നെ ക്യാപ്പ്, ഗ്ലൗസ്, അതൊക്കെ നമുക്ക് താഴെ ഇപ്പോൾ ഒരു ക്യാപ്പിനൊക്കെ 50 രൂപയാണെങ്കിൽ മുകളിൽ വരുമ്പോൾ അതൊരു 200 രൂപയുടെ മേലെ. റെയിൻകോട്ട് ആണെങ്കിലും അത് മുകളിൽ വരുമ്പോൾ 100 മടങ്ങായിട്ട് 200 ആകും. സോ സാധനങ്ങളൊക്കെ താഴെ നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. വെള്ളത്തിനാണ് 20 രൂപ താഴെ ഉള്ളെങ്കിൽ മുകളിൽ അത് 80 തൊട്ട് 120 രൂപയൊക്കെയാണ് ആവുന്നത്. പിന്നെ ഗൗരികുണ്ടിൽ ആദ്യത്തെ ബേസിൽ നിന്ന് നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂസ് ആർക്ക് വേണേലും എപ്പോൾ വേണേലും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ടാബ്ലറ്റ് എടുത്തിട്ട് കയറുന്നവർക്ക് അതൊന്ന് കുറഞ്ഞു കിട്ടും. ഞാനത് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റും കയ്യിൽ. അത് ഗൗരികുണ്ടിൽ ബേസിൽ കുറേ മെഡിക്കൽ ഷോപ്പുകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് 400 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 12 ലിറ്ററിൻ്റെ ഒരു ഓക്സിജൻ സിലിണ്ടർ കിട്ടും. അത് നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് 200 രൂപ അവർ റിട്ടേൺ തരും. അങ്ങനെ വേണേൽ നമുക്ക് കൈ കരുതാവുന്നേ ഉള്ളൂ. അങ്ങനെ അമ്പലത്തിൽ തൊഴാൻ പറ്റിയതിൻ്റെ വളരെ സന്തോഷത്തിൽ ഞാൻ അവിടെ നിന്ന് തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണ്. 10 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് 10:50 ഞാൻ കഴിവതും നേരത്തെ പോകാനായിരുന്നു ഇരുന്നത്. കാരണം ആൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ എനിക്ക് അധികം ഈ കോട അങ്ങനെയുള്ള പ്രശ്നവും ഒക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കും. അതുകൊണ്ട് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് പറ്റിയില്ല. ഇതെല്ലാം ടെൻ്റ് ഏരിയ കേട്ടോ. പിന്നെ നല്ല രസമില്ല ഇങ്ങനെ കാണാൻ വേണ്ടി തന്നെ. അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങും തോറും എല്ലാവരും പറയുന്നത് താഴോട്ട് പോകുമ്പോഴത്തേക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടാകത്തില്ലെന്നാണ്. പക്ഷേ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ തന്നെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല. ഇടയിൽ എനിക്കാണ് 2 സ്റ്റെപ്പുകളൊക്കെ മുകളിലോട്ട് വെക്കേണ്ട ഒരു ഏരിയാസ് വരുമ്പോൾ ശരിക്കും ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് എടുത്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുന്നുള്ളായിരുന്നു. പിന്നെയും ഭയങ്കര ബുദ്ധിമുട്ട് കൂടിയപ്പോഴത്തേക്ക് താഴോട്ട് ചെല്ലുമ്പം ബേസിലൊക്കെ നമുക്ക് ഹെൽത്ത് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ അവിടെ കയറി എൻ്റെ ഓക്സിജൻ നോക്കിയപ്പോഴത്തേക്ക് ലെവൽ നോക്കിയപ്പോൾ ഏകദേശം 85 ആയിരുന്നു. എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ തലേന്ന് തൊട്ട് എനിക്ക് ലൂസ് മോഷൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് പനിയുണ്ടായിരുന്നു. അപ്പോഴാണ് ആ കടയിലിരുന്നവർ ഈ ഷോർട്ട് കട്ട് വേ ഉണ്ട്, അതിലൂടെ ഇറങ്ങിയാൽ നമുക്ക് ഇത്രയും വളഞ്ഞ് ചുറ്റി പോകാണ്ട് പെട്ടെന്ന് ആ ബേസിൽ താഴെ കാണുന്ന ആ നീല കളറിലെ ടെൻ്റൊക്കെ കാണുന്നിടത്ത് നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതേ ഷോർട്ട് കട്ട് വേയിലൂടെ പോവാണ്. അതിൻ്റെ അപ്പുറത്തെ ഭാഗമൊക്കെ വേറെ മലകളാണ്. താഴെ കൂടെ വേണ്ട മന്ദാകിനി ഒഴുകി പോകുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൂടെ പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം പേടിക്കേണ്ടത് തന്നെ കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ കല്ലുകളുടെ ഇടയിൽ കൂടെയൊക്കെ കല്ലുകളിലൂടെ നമുക്ക് ഇറങ്ങേണ്ടി വരും. അതിൽ സ്ഥിരം പോകുന്നവർക്ക് അതൊന്നും വലിയ ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഒത്തിരി പാടായിരിക്കും. ആ സൈഡിലൂടെ കാണുന്നതാണ് അതിൻ്റെ ശരിക്കുമുള്ള നമുക്ക് വഴി തന്നിരിക്കുന്നത്. ഞാൻ താണ്ട് ആ മുകളിൽ നിന്ന് നടന്നിറങ്ങിയതാണ് കേട്ടോ. ഇനി ഇത്തിരി കൂടി നമുക്ക് പോകാനുണ്ട്. കൂടുതലും താഴോട്ട് ഇറങ്ങി വരുന്നവർക്ക് അത് എളുപ്പമായിരിക്കും. മുകളിലോട്ട് കയറി പോകുന്നവർക്ക് അത് എക്സ്ട്രാ ടൈം ആവത്തേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയം തന്നെ ഓരോരുത്തരിങ്ങനെ മുകളിൽ നിന്ന് അവിടെ നിന്ന് മുകളിലോട്ട് കയറിയും പോകുന്നുണ്ടായിരുന്നു.
ഇതിൻ്റെയൊക്കെ സൈഡിൽ കണ്ടോ നമുക്ക് കാണാൻ പറ്റും, ഇത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്ന ഏരിയകളൊക്കെ തന്നെയാണ്. ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരു 2 ദിവസം മുമ്പ് ഉണ്ടായ ലാൻഡ് സ്ലൈഡിൻ്റെ വീഡിയോ ആണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇട്ടേക്കുന്നത്. ഇത് കളർ വേരിയേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാവുന്നതായിരിക്കുമെന്ന്. കല്ലൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. അങ്ങനെ ഏകദേശം ഞാൻ ആദ്യത്തെ ഷോർട്ട് കട്ടിൻ്റെ എൻ്റെ എൻഡ് ഭാഗത്ത് എത്താറായി. ഏകദേശം ഒരു 2 മണിക്കൂറും കൊണ്ട് എനിക്കൊരു 4.5 കിലോമീറ്ററാണ് കടക്കാൻ പറ്റുന്നത്. 2 അല്ല 3 മണിക്കൂർ കൊണ്ട്. കാരണം ഇതിൻ്റെ ഇടയിൽ കുറേ ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട്, പിന്നെ ഈ ഷോർട്ട് കട്ട് കയറി പിടിച്ചതുകൊണ്ട് മാത്രം എനിക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി. കാരണം ഫുള്ള് ഇറക്കം മാത്രമേ ഉള്ളായിരുന്നു. ആ ഇടയ്ക്ക് വന്നപ്പോൾ മാത്രമേ ഉള്ളായിരുന്നു 2-3 സ്റ്റെപ്പ് മുകളിലോട്ട്. അതിൽ ശരിക്കും ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിയായിരുന്നു. ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നവർ കഴിവതും ഹെലികോപ്റ്ററിൽ സ്ലോട്ട് എടുത്ത് വരുന്നതിനായിരിക്കും നല്ലത്. പിന്നെ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്ലോട്ട് എടുക്കുന്നതിൻ്റെ പൈസ തന്നെ ആവും. ഇതിനൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുമ്പോഴത്തേക്ക് ആ കുട്ടി പോകുന്ന 4 പേര് ചുമക്കുന്നതിന് 17,000 രൂപയുടെ അടുത്താവും. അത് വെയിറ്റ് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. കേദാർനാഥിൽ പോകാൻ നമുക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് മെയ് ജൂൺ ടൈം തന്നെയാണ്. 6 മാസമേ തുറക്കുകയുള്ളൂ. മൺസൂണിൽ കഴിവതും പോകാതിരിക്കാൻ. ഞാൻ പറഞ്ഞ പോലെ ആ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകാൻ ചാൻസസ് ഇപ്പോൾ കുറേ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ലാസ്റ്റ് ജൂലൈ തൊട്ട് ഈ ഒരു ഓഗസ്റ്റിൽ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിക്കാണേലും ഈവൻ മെയ്യിൽ ഞാൻ പോയപ്പോഴത്തേക്കാണേലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കല്ലുകൾ വീഴുന്നിടമാണ്, സൂക്ഷിച്ച് പോകണം. എങ്കിലും നമുക്ക് ആ പാറയുടെ സൈഡിലൂടെ പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ മുൻപേ പോയ ഒരു അങ്കിളുടെ തൊട്ട് ബാക്കിലാണ് വലിയൊരു പാറക്കഷ്ണം വന്ന് വീണിട്ട് 4-5 അത് ചിതറിപ്പോയത്. അതിൻ്റെ ബാക്കിൽ എന്തോ ഒരു ഭാഗ്യത്തിന് 2 പെൺപിള്ളേരുണ്ടായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെട്ടു. അവർക്ക് വലിയ സീനൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ അത് മാത്രമല്ല, നമ്മളിത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് റോഡൊന്നും വലിയതായിട്ട് മീൻസ് ഒരു രീതിയിലും കൊള്ളൂല. അത് ഇപ്പം മഴ ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ്. ചില സമയത്ത് എന്താണെങ്കിലും ദിവസത്തിൽ ഞാൻ പോയ സമയത്ത് എല്ലാം മഴയുണ്ടായിരുന്നു. മഴ പെയ്യുമ്പോഴത്തേക്ക് ഇത് ഫുള്ളി വെള്ളം നിറഞ്ഞിട്ട് അതുപോലെ തന്നെ കുതിരകളുടെ മൂത്രം, അതുപോലെ തന്നെ കുതിരകളുടെ വേസ്റ്റും എല്ലാം കൂടി ആയിട്ട് ആകെപ്പാട് വൃത്തികേടായിരിക്കും. അത് വന്ന് എൻ്റെ തീർച്ചയായും എൻ്റെ റെയിൻകോട്ട് ഫുള്ളായിരുന്നു. അതുങ്ങൾ പോകുമ്പോൾ തെറിപ്പിച്ചായിരിക്കും പോകുന്നത്. പിന്നെ ഈ സൈഡിൽ ഈ പറയുന്ന വേലിക്കൊന്നും വലിയ ബലമൊന്നും കാണത്തില്ല കേട്ടോ. അത് കാരണം സൈഡിലൂടെ പോകുമ്പോഴത്തേക്ക് വളരെ കെയർഫുള്ളായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. 2 സൈഡിലൂടെ ഇങ്ങനെ നമുക്ക് പോകുമ്പോൾ നടുക്കൂടെ എന്താണെങ്കിലും കുതിരകൾ പോകുമ്പോൾ തട്ടാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് വളരെ കെയർഫുൾ ആകുക. അങ്ങനെ ഏകദേശം രാത്രി ഞാൻ എത്താറാകുന്നു. രാവിലെ 11 മണിയുടെ അടുത്ത് തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഒരു 11:30-12 ആയപ്പോഴത്തേക്കാണ് ഞാൻ താഴെ ഗൗരികുണ്ടിലേക്ക് എത്തുന്നത്. ഫൈനലി ഞാൻ ഗൗരികുണ്ടിലെത്തിയേക്കാണ്. എന്തോ ഭയങ്കര ഒരു ആശ്വാസമായ പോലാണ്. ഇനി ഇവിടുന്ന് എനിക്ക് ഷെയർ ടാക്സിയിൽ വേണം സോൻപ്രയാഗിലേക്ക്. അവിടുന്ന് പിന്നെ എൻ്റെ റൂമിലേക്കും പോകാനായിട്ട്. അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞ് 2 ദിവസത്തിന് മുമ്പേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അവരവിടെ റൂം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇവിടുന്ന് ഞാൻ ഷെയർ ടാക്സിക്കുള്ള വെയിറ്റിങ്ങിലേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല വലിയൊരു ക്യൂ തന്നെയായിരുന്നു കേട്ടോ ഷെയർ ടാക്സിക്ക് വേണ്ടി. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എനിക്ക് തോന്നുന്നു അവിടെ നിൽക്കേണ്ട വന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അവസാനം ഷെയർ ടാക്സിയൊക്കെ പിടിച്ച് ഞാൻ സോൻപ്രയാഗിലേക്ക് പോകാനായിട്ടുള്ള ടൈമായി. അങ്ങനെ നല്ലോണം ലേറ്റ് ആയിരുന്നു ഞാൻ എൻ്റെ ലഗേജസ് വെച്ച റാംപൂർ എന്ന് പറഞ്ഞ പ്ലേസിലെത്താനായിട്ട് ഗൗരികുണ്ടിൽ നിന്ന്. ഞാൻ അന്ന് ലഗേജസ് വെച്ചിട്ട് പോകുന്നപ്പോൾ പറഞ്ഞത് 1 ദിവസം കഴിയുമ്പോൾ ഞാൻ വരും, എനിക്ക് റൂം ബ്ലോക്ക് ചെയ്ത് വെക്കണമെന്നായിരുന്നു. പക്ഷേ എന്തോ പറയാനാ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ എത്തിയത്. പക്ഷേ എന്തോ നല്ലൊരു പയ്യനായിരുന്നു, അവന് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അടുത്തുള്ള ഏതോ ഒരു റൂം എനിക്ക് ഒപ്പിച്ച് തന്നിരുന്നു. അതിൻ്റെ ഫോട്ടോസാണ് ഞാനിപ്പോൾ ഇതിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കേദാറിൽ പോയതിൻ്റെ സന്തോഷത്തെ തിരിച്ച് ഞാൻ ഋഷികേശിലേക്ക് പോവാണ്. ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇന്നേബിൾ ചെയ്യണം. അടുത്ത എൻ്റെ വീഡിയോസ് ഉടനെ തന്നെ റിവർ റാഫ്റ്റിങ്ങും ഋഷികേശിലെയും ഇടുന്നതായിരിക്കും. ഇതുവരെ കാണാത്ത വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് അതുകൂടി ഒന്ന് കാണുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ബൈ.